വൈകുന്നേരമായപ്പോൾ ഞാൻ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ഷോപ്പിലെത്തി പാത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെ മേടിച്ചാലും എല്ലാം മേടിച്ചാലും ശരി തന്നെ ഞാൻ എൻ്റെ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, എങ്കിൽ മാത്രമേ എനിക്കൊരു തൃപ്തി ആവത്തുള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് ചന്ദനത്തിരി, കർപ്പൂരം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വിറകും കൊതുമ്പും എല്ലാം എനിക്ക് അച്ഛൻ കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഇവിടെ കിട്ടും, എങ്കിലും അച്ഛനത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു, പാവം. അങ്ങനെ അതൊക്കെ പോയി മേടിച്ചു. ഇപ്പോൾ ഞാൻ ആൽത്തറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് വേണ്ടത് കലമാണ്. മൺകലത്തിലാണ് കേട്ടോ ഞാൻ പൊങ്കാല ഇടുന്നത്. എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം. നിങ്ങൾക്കോ? നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. പിന്നെ എത്ര പേര് പൊങ്കാല ഇടുന്നുണ്ട്? റോഡ് സൈഡിലും കടകളിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് കലം മേടിക്കാനായിട്ട് പോകണം കേട്ടോ. റോഡ് സൈഡിൽ മൊത്തം കലമല്ല കല്ല് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ കലം വെക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി. അങ്ങനെ അങ്ങോട്ട് പോയി. ഇത് ഇഷ്ടപ്പെട്ടു, ഈ ഒരു കലം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അത് മേടിച്ച് നേരെ ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഞാൻ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതില്ല ഈ തവണ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റുമെന്ന്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഈ തവണ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പൊങ്കാല ഇടുന്നത്. അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടുള്ളൊരു സാഹചര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പൊങ്കാല ഇടുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ആറ്റുകാലിൽ ഒറ്റയ്ക്ക് പൊങ്കാല ഇടുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പൊങ്കാല ഇടാൻ പറ്റണേ ദൈവമേ എന്നൊക്കെ. അതേപോലെ തന്നെ നടന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.